Hello friends, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആണ്. അതുപോലെ ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ പ്രോ ഡ്രെയിൻ പ്ലസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ, അതായത് പ്രോ ഡ്രെയിൻ പ്ലസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ഫുഡ് വേസ്റ്റ് ഡിസ്പോസറാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ സിങ്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് സംഭവം. ഇതിൻ്റെ സിങ്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഈ കമ്പനി തന്നെ നമുക്ക് അയച്ചു തരും. ഇതിൻ്റെ കോസ്റ്റ് ഏകദേശം 27,000 ആയിട്ടുണ്ട്. അപ്പോൾ മുമ്പത്തെ ആൾക്കാർക്ക് ഇത് 25,000 പഴയ മോഡൽ. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഇതിന് കോസ്റ്റും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരാണ്, ഇതിൻ്റെ മോഡൽ നമ്പർ 889 എന്ന് തോന്നുന്നു. 889 ഇവിടെ ഉണ്ട്. മാക്സ് 889 എന്ന് പറഞ്ഞിട്ടാണ് മോഡലിൻ്റെ പേര്. ഓക്കെ, മോഡൽ നമ്പർ. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ബോക്സിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, പിന്നെ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യം ഞങ്ങളിതെന്തായാലും ഫിറ്റ് ചെയ്തിട്ട് ഇതിനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആൾ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്വിക്ക് അൺബോക്സിങ് ചെയ്യാം. ഓക്കെ, സാധാരണ എൻ്റെ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് നമുക്ക് വേസ്റ്റ് പുറത്ത് കൊണ്ട് കളയുന്നതാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വേസ്റ്റ് ഇടേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇട്ടാലും പ്രശ്നമാണ്, കാരണം അവിടെ മാലിന്യം കൂടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ തന്നെ എടുക്കാമെന്നാണ് തോന്നിയത്. കാരണം ഇതിന് മുമ്പ് വീട്ടിൻ്റെ പുറത്ത് കുഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ അടുത്തേക്കാണ് വേസ്റ്റ് ഇട്ടുകൊണ്ടേ. അപ്പോൾ അതും ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. അപ്പോൾ സ്മെല്ല് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഫ്ലൈസ്, അത് എന്തെങ്കിലും ഈച്ചകൾ, അങ്ങനെയൊക്കെ അതിൻ്റെ ശല്യങ്ങളെല്ലാം ഉണ്ടാകാൻ തുടങ്ങി. അപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള കാര്യം ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഓൺലൈനിൽ ഇങ്ങനെ നമ്പർ കിട്ടിയിട്ട് ഞങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടാകുമ്പോൾ കൊച്ചിയിൽ നിന്നാണെന്ന് തോന്നുന്നു. പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആൾ വരുന്നത് കോഴിക്കോട് നിന്നോ അങ്ങനെ ആ ഭാഗത്തു നിന്നാണ്. അപ്പോൾ എൻ്റെ വീടാണെങ്കിൽ കാസർഗോഡ്. അപ്പോൾ ഞങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഈ സാധനം എടുത്ത്, പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സിങ്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാം. അപ്പോൾ അവരത് കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു. അവർക്ക് ഇതിന് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സംഭവം വേണം, അതുപോലെ പ്ലഗ് വേണം, ഒരു കറണ്ടിൻ്റെ പ്ലഗ് വേണം, പിന്നെ അതുപോലെ സ്വിച്ച് ഇടാനുള്ള സംവിധാനം വേണം. അപ്പോൾ ആ പ്ലഗിന് കണക്ഷനും വേണം. അങ്ങനെയുള്ള സംഭവമെല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് ഞാനൊന്ന് കാണിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നല്ല വെയിറ്റ് ഉണ്ട് പ്രൊഡക്റ്റ്. സോ ഇതാണ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത്. സോ നിങ്ങൾക്കിവിടെ കാണാം ഇതിൻ്റെ മോഡൽ നമ്പർ ഇവിടെ ഉണ്ട്, അതുപോലെ പേര് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഞാൻ കമ്പാരിസൺ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു എടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഓൺലൈനിൽ കുറേ നോക്കിയ സമയത്ത് സാധാരണ വരുന്നത് 1/2 HP മോട്ടറാണ് വരുന്നത്. പക്ഷേ ഇതാണെങ്കിൽ 3/4, അതായത് 3/4 പവറുള്ള ഒരു മോട്ടറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല മോട്ടറാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ കറങ്ങുന്നതാണ് ഞാൻ ഇത് കേട്ടത്. അതുകൊണ്ടാണ് ഇത് പർച്ചേസ് ചെയ്തത്. സോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും, ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. സോ ഇതെന്ന് വെച്ചാൽ നമുക്ക് വേസ്റ്റ് ഇടുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി, അതായത് വേസ്റ്റ് ഇതിൻ്റെ അകത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. അപ്പോൾ നമുക്കിങ്ങനെ യൂസ് ചെയ്താൽ മതി. അതുമല്ലാതെ ഇത് നമുക്ക് വാട്ടർ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി അത്യാവശ്യമാണ്. അതൊക്കെ ഞാൻ നാളെ കാണിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇത്. അതുപോലെ ഇതിൻ്റെ ബ്ലേഡ് എന്ന് പറയുന്നത് ഇവർ വാറൻറ്റി കൊടുക്കുന്നത് 10 വർഷത്തെ ബ്ലേഡിന് വാറൻറ്റി, അതുപോലെ മോട്ടറിന് എനിക്ക് തോന്നുന്നു 2 വർഷത്തെ വാറൻറ്റി. പിന്നെ ഈ ഡ്രെയിനേജ്, അതായത് നമുക്ക് വേസ്റ്റ് കളയാനുള്ള സംവിധാനം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് പ്ലഗ് നമ്മൾ യൂസ് ചെയ്യാനുള്ളത്. സോ വേറെ എന്തുണ്ടെന്ന് നോക്കാം. ഒരു മാനുവൽ ഗൈഡ് ഉണ്ട് ഇതിൽ. മാനുവൽ ഗൈഡ് വരുന്നു. പിന്നെ വാറൻറ്റി എന്ന് തോന്നുന്നു. യെസ്, വാറൻറ്റി പേപ്പർ കാര്യങ്ങളുണ്ട് ഇതിൽ. പിന്നെ ഇത് വേസ്റ്റ് പുറത്ത് കളയുന്ന സംഭവമായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ഇത് ഇവിടെ വരും തോന്നുന്നു. അപ്പോൾ ഇത് നമ്മളെ പുറത്തേക്ക് വേസ്റ്റ് പോകാനുള്ള, ഒന്നെങ്കിൽ നമുക്ക് 2 സംവിധാനം ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് വേസ്റ്റൊക്കെ അതിലേക്ക് മൂവ് ചെയ്തിട്ട് അത് നമുക്ക് നമ്മളെ കൃഷിൻ്റെ പർപ്പസിന്, അതായത് വീട്ടിൽ പുറത്തുള്ള പ്ലാന്റ്സും അല്ലെങ്കിൽ നമ്മളെ തെങ്ങിലേക്കും ആവശ്യമുള്ള വളവ് കൊടുക്കാൻ പറ്റും. അതായത് വേസ്റ്റ് അതിലേക്ക് കൊണ്ടുപോയിട്ടിട്ടാൽ അത് നല്ലോണം യൂസ് ആവും. അതല്ലെങ്കിൽ നമുക്കിത്
ഡ്രെയിനേജ് സാധാരണ ഇരിക്കുന്ന ഡ്രെയിനേജിലേക്ക് നമുക്ക് കണക്ഷൻ കൊടുത്താൽ അത് അങ്ങോട്ട് പോകും. ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഡ്രെയിനേജിലേക്ക്. കാരണം എനിക്ക് ഓൾറെഡി കൃഷിയിലേക്ക് വേണ്ട വളമൊക്കെ ഞാനത് വേസ്റ്റിൻ്റെ വേറൊരു സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടേക്കാണ് വരുന്നത് തോന്നുന്നു. അപ്പോൾ നാളെ നമുക്കിത് അറിയാൻ പറ്റും. സോ ഈ ഒരു സംഭവം. പിന്നെ അതുപോലെ കുറച്ച് ടൂൾസ് ഉണ്ട്. ഇത് പർപ്പസ് ഇതിൻ്റെ എന്തെന്ന് അറിയില്ല. പിന്നെ ഗമ്മുണ്ടെന്ന് തോന്നുന്നു, ഒരു ഗമ്മുണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഈ ഒരു റബ്ബറൈസ്ഡ് മെറ്റീരിയൽ ഉണ്ട്. എനിക്കറിയില്ല, ഒന്നെങ്കിൽ വൈബ്രേഷൻ കുറക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. സോ ഇങ്ങനെ ഒരു സംഭവം കൂടി ഇതിലുണ്ട്. നാളത്തെ ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോ ഞാൻ ട്രൈ ചെയ്യാം, എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അത് എടുക്കാം. അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വിഷ്വൽ ഞാൻ കാണിക്കാം. ഓക്കെ, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, നമ്മൾ എത്ര വേസ്റ്റ് ഇതിൽ എടുക്കാൻ പറ്റുന്നുണ്ട്, എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം. ഓക്കെ, അതായത് ഈ ഒരു വീഡിയോ എന്തായാലും കണ്ടിന്യൂ ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് ഇത്രയേ ഉള്ളൂ, ഇത് ഇത്രേ കാണിക്കാനുള്ളൂ. അപ്പോൾ നാളെ ഞാനിതിൻ്റെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. കാരണം ഇവർ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു സിലിക്കോൺ ഇവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഉണങ്ങാൻ വേണ്ടി ഞങ്ങൾ ഒരു ദിവസം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് അവർ 2 hours പറഞ്ഞത്. പക്ഷേ ഞങ്ങളത് യൂസ് ചെയ്തിട്ടില്ല. കാരണം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ സിലിക്കോൺ അങ്ങോട്ടും ഇങ്ങോട്ടായാലും പിന്നെ പ്രശ്നം വരണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ യൂസ് ചെയ്തില്ല. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞങ്ങളിപ്പോൾ എടുക്കുന്നത്, ഷൂട്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഓൺ ബട്ടൺ, സ്വിച്ച് ഓൺ ചെയ്യുന്ന ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്താൽ മോട്ടർ കറങ്ങാൻ സ്റ്റാർട്ട് ആയിക്കോളും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുന്നു. സോ ജസ്റ്റ് ഒരു സൗണ്ടിലൂടെ മോട്ടർ ഓണായി. അപ്പോൾ ഇതിപ്പോൾ വേസ്റ്റ് നമ്മൾ ഇതിൽ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ടാപ്പ് ഓൺ ചെയ്യണം. ഓക്കെ, ടാപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാൻ സ്റ്റാർട്ടായിക്കോളും. ഓക്കെ, വെള്ളം അതിനകത്ത് പോകാനുള്ളത് സ്റ്റാർട്ടായിക്കോളും. അപ്പോൾ പിന്നീട് നമ്മൾ വേസ്റ്റ് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ഇത് ജസ്റ്റ് ഇടുമ്പോൾ ഇതിവിടെ റബ്ബറൈസ്ഡ് ആയതുകൊണ്ട് ഇവർ ഈ ഒരു ടൂൾ തന്നിട്ടുണ്ട് ജസ്റ്റ് പുഷാക്കാൻ വേണ്ടി. സോ ഇപ്പോൾ പുഷാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശബ്ദം കേൾക്കും. ഏത് വേസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും. സോ ഇപ്പം നമുക്ക് സൗണ്ടിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ ഇത് ഇട്ട സാധനം, അതായത് ഇട്ട എല്ലാ വേസ്റ്റും അതിനകത്ത് ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് അങ്ങോട്ട് ശബ്ദം കുറവാകുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം അത് എങ്ങനെയാണെന്ന് വെച്ചിട്ട്. ഒരു കുറച്ച് സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് ഗ്രൈൻഡ് ആയതിനു ശേഷം എല്ലാ വേസ്റ്റ് അത് വെള്ളത്തിൻ്റെ രൂപത്തിലായിട്ട് നമ്മളെ പൈപ്പിലൂടെ വേസ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ഇതേമാതിരി നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ വേസ്റ്റ് ഇടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഇറച്ചി കഷ്ണങ്ങൾ, അതുപോലെ അതിൻ്റെ ബോൺസ്, പിന്നെ ചിക്കൻ ബോൺസ്, അങ്ങനെ നമുക്ക് വേസ്റ്റേജ്, അതായത് ഏത് വേസ്റ്റേജ് വേണമെങ്കിലും നമുക്കിതിൽ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട്
അത് വെള്ളത്തിൻ്റെ രൂപത്തിലാക്കിയിട്ട് വേസ്റ്റേജിലേക്ക് പോകും. ഫോർ എക്സാമ്പിൾ നമ്മളിത് ഇങ്ങനെ അധികം ചെയ്താൽ നമുക്ക് അതിൻ്റെ വെള്ളം, ഫോർ എക്സാമ്പിൾ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള വെള്ളം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. നമുക്കത് ഇവിടുന്ന് കണക്ഷൻ എടുക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ആ കണക്ഷൻ എടുത്തിട്ട് നമ്മൾ വേറൊരു ബക്കറ്റ് വെച്ചിട്ട് അതിലേക്ക് ഒഴുക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെടികൾക്ക് വളമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെടികൾക്കെല്ലാം നമുക്ക് എന്ത് വേണമെങ്കിലും ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ഒഴിച്ചിടാൻ പറ്റും. അപ്പോൾ നമുക്കത് യൂസ്ഫുള്ളും ആകും. അതല്ലെങ്കിൽ നമുക്കിത് വേസ്റ്റേജിലേക്ക് പോകാനുള്ള സംവിധാനം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് വേസ്റ്റേജിലേക്ക് പോയിട്ട് വേസ്റ്റേജിൽ അത് പിന്നീട് അതങ്ങനെ കുറഞ്ഞ് വരുന്നതായിരിക്കും. അപ്പോൾ ഇൻ കേസ് നമുക്ക് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇൻ കേസ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂണോ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഇതിലേക്ക് വീണാൽ എന്താവും എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ ആ സംശയം കൂടി അവരോട് ചോദിച്ച് തീർത്ത്. കാരണം ഞാനത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻ കേസ് അങ്ങനെ ഒരു സ്പൂൺ എന്തെങ്കിലും വീണാൽ നമുക്ക് ഈ ഒരു മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. കട്ട് ഓഫ് ആയതിനു ശേഷം നമുക്ക് ആ സ്പൂണ് എടുക്കാനായി അങ്ങനെ അത് കട്ട് ഓഫ് ആയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ പവർ ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പവർ ഓഫ് ചെയ്തിട്ട് ഉറപ്പായതിനു ശേഷം നമ്മൾക്ക് ഇതിനകത്ത് ഒരു റബ്ബറൈസ്ഡ് മെറ്റീരിയൽ ഉണ്ട്, അതിങ്ങനെ വലിച്ചെടുക്കണം. ഓക്കെ, വലിച്ചെടുത്താൽ നമുക്ക് ഇതിനകത്ത് സ്പൂണ് ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റും. ഓക്കെ, ഈസിലി. അങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഇങ്ങനെ ഇൻസേർട്ട് ചെയ്താൽ മതി. ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അത് പുഷ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ പുഷ് ചെയ്തിട്ട് വെച്ചാൽ മതി. അങ്ങനെ പുഷ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് താഴെ ഒരു റെഡ് ബട്ടൺ ഉണ്ട്, ഇതിൻ്റെ മെഷീനിൽ തന്നെ താഴെ ഒരു റെഡ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം 2 തവണ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മെഷീൻ റീസെറ്റ് ആയിക്കോളും. അത് കഴിഞ്ഞിട്ടായതിന് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ മോട്ടർ ഇവിടെ ഓൺ ചെയ്യുമ്പോൾ അത് ഓൺ ആവില്ല ഈ സംഭവം. അതായത് ഈ പ്രോ ഡ്രെയിൻ പ്ലസ് എന്ന് പറയുന്ന മോട്ടർ, അതായത് വേസ്റ്റ് ഡിസ്പോസൽ, അത് ഓൺ ആവില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് ഓണായിട്ട് കിട്ടൂ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം. ഇതുപോലെയുള്ള വീഡിയോസിൻ വീട്ടിലത്തെ നമുക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങളുടെ വീഡിയോ, അതുപോലെ ട്രാവൽ വീഡിയോ, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അതുകൊണ്ട് നിങ്ങൾ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യണം. ഇതിൻ്റെ ഫുൾ റിവ്യൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ടായ പിന്നെ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ റിവ്യൂ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഞാൻ എന്തായാലും ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഫുൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. എങ്ങനെ ഇതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ, നെഗറ്റീവ് കാര്യങ്ങൾ. കാരണം എനിക്കിത് അറിയില്ല, ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കിതിൻ്റെ നെഗറ്റീവ് ആയിട്ടുണ്ടോ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം. പോസിറ്റീവ് നമുക്കറിയാം, വേസ്റ്റ് എന്തായാലും നമുക്ക് ഈസിലി ഡിസ്പോസ് ചെയ്യുന്നതാണ് വെള്ളത്തിൻ്റെ രൂപത്തിൽ. അതും നമ്മൾ വേസ്റ്റ് സിങ്കിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് ആ ഒരു പോസിറ്റീവ് സൈഡ് ഇതിൻ്റെ അറിയാം. നെഗറ്റീവ് സൈഡ് ഇതിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കിത് 2 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു 2 മാസത്തിൻ്റെ യൂസേജ് അല്ലെങ്കിൽ 3 മാസത്തിൻ്റെ യൂസേജ് ഞാൻ എന്തായാലും റിവ്യൂ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് കമൻറ്റിൽ അറിയിക്കുക. കാരണം അങ്ങനെയുള്ളത് ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.